ആരും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാരും രോഗികളായോണ്ട് സ്വന്തം തന്നെ നടക്കാനും ഒന്നും കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിക്കാൻ പോലും ശരിക്കും വയ്യ. അച്ഛൻ രാത്രി ഇരുന്ന് നോലോളിക്കുകയാണ്. എന്റെ മക്കളെ അവസ്ഥ ഇങ്ങനെയായി. മക്കൾക്ക് ജീവിക്കാൻ എന്നെ കൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കാൻ കഴിഞ്ഞില്ല. മക്കളെ ചികിത്സിച്ചിട്ട് പൈസയൊന്നും കയ്യിലില്ല. എന്നെ ഇത്രയും കാലം അച്ഛൻ ഏത് ഡോക്ടർ പറഞ്ഞേക്കാ സൂക്കട് മാറുന്നു പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ അപ്പ അച്ഛൻ കടം വാങ്ങിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ കഷ്ടപ്പെട്ട ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയത് യാതൊരു നിവൃത്തിയില്ല. ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് തൂക്കനായ മരുന്ന് വാങ്ങാനും പോലും കയ്യിലും പൈസ ഇല്ല. അച്ഛൻ പറയുന്നത് നോക്കിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്ര പിനിയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ പ്രിയപ്പെട്ട. ഏട്ടൻ വീടടിച്ച് ലോട്ടറി വിൽക്കാൻ പോകും. അത് കുറച്ച് വിറ്റ് കഴിയുമ്പത്തിന് ഏട്ടൻ കൊഴങ്ങിപ്പോകും. ഏട്ടൻ ആരെങ്കിലും ഇവിടെ ആക്കിക്കൊടുക്കും. ഒരു അങ്ങനെയാണ് ഈ കിടക്കുന്നത്. വയ്യാത്ത അമ്മയ്ക്കും സുഖമില്ല. അമ്മ കിടപ്പിലായിട്ട് ഒരു കൊല്ലായി. 5 രോഗികൾ. ഒരു ഏർത്തിയമ്മയ്ക്കും സുഖമില്ല ഒരു കാലം കൊണ്ട്. എന്നാലും ഏർത്തിയമ്മ പണിക്ക് എങ്ങനെങ്കിലും പോവും. വീണണീച്ച് പണി എടുക്കും വീടുകളിൽ പോയിട്ട്. ആദ്യം അച്ഛൻ പണിക്ക് പോകണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെങ്കിലും മേടിച്ച് കൊണ്ടുവരേന്. ഇപ്പൊ അച്ഛനെ ആരെങ്കിലും സഹായിക്കണം മരുന്ന് വാങ്ങാനും ഇതിനൊക്കെ. അപ്പൊ ഭയങ്കര അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. ആരെങ്കിലും ഒക്കെ സഹായിച്ചെങ്കിലേ ഉള്ളൂ ജീവിതം ഇനി മുന്നോട്ട് പോവുള്ളൂ. സഹോദരന്മാരാണ് ഇക്കിടക്ക്. കാലുകൊണ്ട് വയ്യ, എന്നാലും കിട്ടും. 10-12 ലോട്ടറി വെക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ട എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു നിവൃത്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അയൽവക്കത്തും നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടുള്ള വീഡിയോയും സഹായ വീഡിയോകളൊക്കെ നമ്മൾ നാടിതുവരെ പലയിടങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടിലെ ഒരു 6 സഹോദരിമാരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റൂല. വീട് ജപ്തിയിലാണ്. 10 ലക്ഷം രൂപയോളം കടമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ചികിത്സ വേണം. നല്ല ചികിത്സ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഇവരുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു കുട്ടിയോട് പോലും 1 രൂപ പോലും കടം വാങ്ങിച്ചില്ല. എല്ലാ മക്കളും അംഗവൈകല്യമുള്ളവരാണ്. എല്ലാവരും രോഗമുള്ളവരാണ്. ഞാൻ എന്റെ മക്കളെ ഒരാളെ മുമ്പിലും ഒരു വീഡിയോന് മുമ്പിലും കൈനീട്ടാൻ അനുവദിച്ചില്ല. ആങ്ങൾക്ക് ചികിത്സ കൊടുക്കണം, അമ്മക്ക് ചികിത്സ കൊടുക്കണം, എന്റെ അനുജത്തിക്ക് ചികിത്സ കൊടുക്കണം. ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഇവർക്കൊക്കെ അയൽവക്കത്തുനിന്നും മറ്റു സൗഹൃദങ്ങളൊക്കെ കൊടുക്കുന്ന തുച്ഛമായ എന്തെങ്കിലും